നിങ്ങൾക്കൊരു ബേജാറും അതില്ല. നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ അത് നിങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങളത് ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ ചിത്രീകരിച്ചത്. വ്യക്തിപൂജ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോടല്ലേ സംസാരിച്ചു. ഞാൻ വ്യക്തിപൂജ നടത്തിയതാ? ഞാൻ പറയുന്നത്, ഞാൻ അന്ന് നിങ്ങളോട് വ്യക്തിപൂജയാണോ നടത്തിയത്? അന്ന് ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. നിങ്ങൾ വെറുതെ വേണ്ടാത്ത പ്രചാരവേല നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത് എന്താ? കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയെയും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ പാർട്ടികളെയും അതിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും വേട്ടയാടാൻ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചത്, എന്നാലും ഈ പറയുന്ന ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി, അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്. കാരണം അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. ഒരു വ്യക്തിപൂജ അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക്, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളല്ല കേട്ടോ, കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ വിശദീകരിച്ച് നിഷ്കളങ്കരായ ഒരുപാട് സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചതിനോടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങളുടെ പിന്നിൽ തന്നെ വരാൻ ഞാൻ ഇല്ലതാനും. അതുകൊണ്ടാണ് ഇതേവരെ പറയായിരുന്നത്. സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിൻ്റെ സംശയം. അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ, ആ അഗ്നിക്ക് കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. സൂര്യനാണ്, അത്രയേ ഉള്ളൂ കാണും. ഞാൻ അന്നിരുന്നു എം ടി വാസുദേവൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴല്ലേ എം ടി വാസുദേവൻ പറഞ്ഞു. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷക തൊഴിലാളിയായാലും ആദിവാസിയായാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാത് കൂർപ്പിച്ച് നല്ല കണ്ണോടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. ഏതെങ്കിലും ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഏതെങ്കിലും ഒരു വിമർശനമല്ല. ഇങ്ങനെ വരുന്ന സമൂഹത്തിൻ്റെ മുന്നിലുള്ള മുഴുവൻ കാര്യങ്ങളെയും ക്രിയാത്മകമായി പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താനും തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. പണ്ടാരോ പറഞ്ഞ പോലെ ഞങ്ങൾ പിടിച്ച മുയലിൽ 2 കൊമ്പ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിലപാടേ CPIM-നില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം മാറ്റത്തിന് വിധേയമാണ്. മാറാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ്. അതുകൊണ്ട് മാറ്റത്തിന് വിധേയമാവാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM എന്ന തെറ്റിദ്ധാരണ വേണ്ട. ഞങ്ങളുടെ ദർശനപരമായ സമീപനം തന്നെ ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ആരുടെയും ഏതെങ്കിലും ഒരാളുടെ പേര് പറയേണ്ടിയില്ല, ആരുടെയും വിമർശനം കേൾക്ക്. നിങ്ങൾ പത്രങ്ങളെല്ലാം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, വളരെ വ്യക്തമാണ്. ഏത് വിമർശനപരമായ നിലപാടിനെയും ശരിയായ രീതിയിൽ കാണാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും. ഞങ്ങൾ തെറ്റിതിരുത്തൽ പ്രക്രിയ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, എപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമില്ലേ. ഞങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ തെറ്റിതിരുത്തൽ നടപടി സ്വീകരിക്കുന്നുണ്ട്. പിന്നെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളിലും ആ നിലപാട് സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി ചെയ്യുക. നിങ്ങളെ അതാ ഞാൻ പറഞ്ഞ, അതൊന്നും അങ്ങനെയല്ല, അടർത്തിയെടുത്തിട്ട് പറയുന്നതാണ്. അതായത് ശരിയായ പ്രയോഗത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുകയും ആ ആവശ്യമുള്ളത് കൊടുത്തിട്ട് അതിങ്ങനെ വ്യക്തി പൂജയുടെക്കാണ്. ഞങ്ങൾ വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല. ഞാനത് മുമ്പേ വ്യക്തമാക്കിയല്ലോ, വ്യക്തിപൂജ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയല്ല CPIM. ഞങ്ങൾക്ക് എല്ലാവർക്കും താത്വിക അടിത്തറയുണ്ട്. ഒരാൾക്ക് മാത്രം താത്വിക അടിത്തറ, ബാക്കിയില്ല അവർക്കും താത്വിക അടിത്തറ ഇല്ലാന്ന് ധരിക്കും. നിങ്ങൾക്കെല്ലാം താത്വിക അടിത്തറയുണ്ട്, അവിടെ ഞങ്ങൾക്ക് എതിരാന്ന് മാത്രമേ ഉള്ളൂ. അടിത്തറയില്ലാതെ പ്രശ്നമില്ല, നല്ല അടിത്തറകൾക്കെല്ലാം ഉണ്ട്. ഇല്ല, ആൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ചാൾക്ക് മാത്രമേ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളൂ. ആൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നോട് തന്നെ വിളിച്ച് പറഞ്ഞല്ലോ, അതെന്നെ പ്രയോഗിക്കേണ്ടിയിരുന്നു. അതാ കാര്യം. അതായത് അത് ആ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.
അത് നിങ്ങൾ കാണേണ്ടത് എല്ലാ ഭാഗത്തുനിന്നും ആക്രമിക്കപ്പെടുമ്പോൾ ആ അക്രമത്തിന് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് അടുക്കാൻ സാധിക്കാതെ എന്തുകൊണ്ട് എന്നുള്ളത് നല്ലതുപോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചാൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ പ്രകടിപ്പിക്കുക. അത് മാനേജ്മെന്റ് താല്പര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ പ്രകടിപ്പിക്കുക. അത് മാനേജ്മെന്റ് താല്പര്യമാണ്. അത്രയേ ഉള്ളൂ. ജനകീയ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നടക്കും, ഇനി തുടർച്ചയായി നടക്കും. ജനങ്ങൾക്ക് ഭയമില്ല എന്ന് അതല്ലേ പറയുന്നത്. ജനങ്ങൾ ഭയങ്കര ആവേശത്തോടാണ് കണ്ടതെന്ന്. ജനങ്ങളൊന്നും ഭയപ്പെട്ടിട്ടില്ല. നിങ്ങൾ ചിലരും ഭയപ്പെട്ടിട്ടില്ല. നിങ്ങളെ മാനേജ്മെന്റ് സംവിധാനമാണ് ഭയപ്പെട്ടത്. അത്രയേ ഉള്ളൂ. ഞാൻ അടച്ചിടത്തിൽ തന്നെ കടന്നു.